നമ്മളെല്ലാവരും ഏറെ അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തെപ്പറ്റി സഞ്ജു സാംസൺ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം 2026 T20 ലോകകപ്പ് നടന്നപ്പോൾ പ്ലേയിങ് 11-ൽ നമ്മുടെ സഞ്ജുവിന് അവസരമുണ്ടായിരുന്നില്ല. ആ ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ ജിയോ സ്റ്റാറിന് നൽകിയ അഭിമുഖത്തിലാണ് സഞ്ജു തുറന്നു പറയുന്നത്. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലെ മോശം പ്രകടനവും തുടർന്ന് ടീമിലെത്തിയ ഇഷാൻ കിഷാൻ്റെ തകർപ്പൻ ഫോമും തൻ്റെ ലോക പ്രതീക്ഷകളെ എങ്ങനെ ബാധിച്ചുവെന്ന് താരം വിവരിക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ വളരെ മോശം പ്രകടനമാണ് സഞ്ജു നടത്തിയത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ വെറും 2 പ്രാവശ്യം മാത്രമാണ് സഞ്ജു നേടിയത്. ടോപ്പ് സ്കോർ ആവട്ടെ വെറും 24 മാത്രം. അങ്ങനെ സഞ്ജു ആകെ തളർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായത്. ഈ ഒരു സമയം ടീമിലേക്ക് ഇഷാൻ തിരിച്ചു വരികയും നല്ല രീതിയിൽ ആദ്യ കളിയിൽ തന്നെ അദ്ദേഹം 70 റൺ എടുത്തു, സെഞ്ചുറി നേടി. അങ്ങനെ സഞ്ജു തഴയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് കേട്ടോ. പക്ഷേ സഞ്ജുവിൻ്റെ കഠിനാധ്വാനവും ആ അർപ്പണ മനോഭാവവും എല്ലാം കൂടി വീണ്ടും സഞ്ജുവിനെ തിരിച്ച് ടീമിലെത്തിക്കുവാൻ നിർബന്ധിതമാവുകയും അങ്ങനെ നമുക്ക് 2026 വേൾഡ് കപ്പ് നേടിയെടുക്കാനായിട്ട് സഞ്ജുവിൻ്റെ ഒറ്റയാൾ പോരാട്ടമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ മാൻ ഓഫ് ദ സീരീസ് ഉൾപ്പെടെ നമ്മുടെ സഞ്ജു നേടിയെടുക്കുകയും ചെയ്തു. എന്താണെങ്കിലും ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ നേരിട്ടാലും അതിലൊന്നും വകവയ്ക്കാതെ കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സഞ്ജു. ഇപ്പോഴും ചില തഴയപ്പെടലുകൾ നല്ല രീതിയിൽ സഞ്ജുവിനെ നേരിടുന്നുണ്ട്. എങ്കിലും നമ്മുടെ സഞ്ജു സാംസൺ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വരാം. ടേക്ക് കെയർ. ബൈ.